ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ളൊരു പോമാണ്. ദ കളേഴ്സ് ഓഫ് എർത്ത് എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ പേര്. ഇത് എഴുതിയിട്ടുള്ളത് സാറാ പീറ്റലാണ്. പോം തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ. അതായത് നമ്മളുടെ ഈ ലോകത്തെ ഒരേ ഒരു കളർ മാത്രമായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അതായത് നമ്മളുടെ ഈ ലോകത്ത് ആകെ ഒരു കളർ മാത്രമേ ഉള്ളൂ. മുഴുവനും പച്ച, അല്ലെങ്കിൽ മുഴുവനും മഞ്ഞ, അല്ലെങ്കിൽ മുഴുവനും വെള്ള. എങ്ങനെ ഉണ്ടാവും? ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ? നമ്മളുടെ ലോകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലേ? ശരിക്കും നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത്. പക്ഷേ ഒറ്റ കളറായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ക്വൈറ്റ് ബോറിംഗ് ആയിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇസ്ൻ്റ് ഇറ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. Luckily, our world is filled with a rich variety of colors and cultures. Luckily means ഭാഗ്യവശാൽ നമ്മളുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത് എന്താണ്? ഫിൽഡ് വിത്ത് റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. വ്യത്യസ്ത തരത്തിലുള്ള കളേഴ്സും, അതായത് നിറങ്ങളും, കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം അല്ലേ? വ്യത്യസ്ത തരത്തിലുള്ള നിറങ്ങളും സംസ്കാരങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മളുടെ ഈ ഒരു ലോകം അല്ലേ? റിച്ചാണ്. ഇപ്പോൾ കൾച്ചർ എന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളുടെ കൾച്ചർ ആയിരിക്കില്ല വേറൊരു നാട്ടിലെ കൾച്ചർ, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തെ കൾച്ചർ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, വസ്ത്രത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സംസ്കാരം കൊണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരമല്ല പുറത്ത് രാജ്യങ്ങളിലുള്ളവർ കഴിക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് നമ്മളുടെ ഒരു നാട്ടിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഫുഡിൻ്റെ കൾച്ചറല്ല തമിഴ്നാട്ടിലെ ഫുഡിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത്. വ്യത്യസ്തമായിരിക്കും അവരുടെ സംസ്കാരം. നമുക്ക് കേരളീയർക്ക് പ്രിയപ്പെട്ട ആഹാരം എന്താണ്? അരിയാഹാരമാണ് അല്ലേ? ചോറും കറികളും ഒക്കെയാണ് അല്ലേ? പക്ഷേ വേറൊരു രാജ്യത്തിൻ്റെ, ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ചൈനയിലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ആലോചിച്ച് നോക്കൂ. അവരെന്തൊക്കെയാണ് കഴിക്കുന്നത്? നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നതല്ലേ, യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അവരത് കഴിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അത് അവരുടെ സംസ്കാരമാണ്, അവരുടെ ഫുഡ് കൾച്ചർ അങ്ങനെയാണ്, നമ്മളുടേത് ഇങ്ങനെയാണ്. അപ്പം അതാണ് ആ ഒരു വ്യത്യാസം. വസ്ത്രധാരണത്തിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നാണ്. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മളുടെ ഈ ഒരു ലോകത്ത് ഭാഗ്യവശാൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള കളേഴ്സും അതേപോലെ തന്നെ എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരവും ഉണ്ടെന്നാണ് പറയുന്നത്. ഹിയർ ഇസ് എ സോങ് ദാറ്റ് സെലിബ്രേറ്റ്സ് എ വെറൈറ്റി. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു സോങ് എന്താണ് പറയുന്നത്? വൈവിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സോങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. ദ കളേഴ്സ് ഓഫ് എർത്ത്, അതാണ് നമ്മളുടെ ഈ ഒരു സോങ്ങിൻ്റെ ടൈറ്റിൽ. അതായത് ഭൂമിയുടെ നിറങ്ങൾ. ഒരുപാട് നിറങ്ങളുണ്ടല്ലേ ഭൂമിയിൽ. അപ്പം ദ കളേഴ്സ് ഓഫ് എർത്ത് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻസറിലേക്ക് വരാം. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നമ്മളെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള നിറങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ കളേഴ്സ് കൊണ്ടാണ്. നമുക്കറിയാം ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഒരുപാട് കളറുകളുണ്ട് അല്ലേ? അപ്പം നമ്മളെ നിർമ്മിച്ചിരിക്കുന്നതും ഈ ഭൂമിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കളേഴ്സ് കൊണ്ടാണ്. ഇപ്പം നമ്മളുടെ സ്കിന്നിൻ്റെ കളറ്, ഹെയറിൻ്റെ കളറ്, ഇതൊക്കെ ഒരാൾക്കുള്ള പോലെയാണോ വേറൊരാൾക്ക് ഉണ്ടാവുക? അല്ല, എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ? ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. എല്ലാ കളറുകളും എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ? വ്യത്യാസമുള്ളതാണ്. ഈച്ച് കളർ ഈസ് ട്രൂ. എല്ലാ കളറും എന്താണ്? ട്രൂമാണ്, സത്യമുള്ളതുമാണ്. അതായത് ഇപ്പം ഈച്ച് കളർ ഈസ് ഡിഫറെൻ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ഓരോ കളറുകളും വ്യത്യസ്തമാണ്. ഇപ്പം എന്നെ മെയ്ഡ് ചെയ്തിരിക്കുന്ന കളർ കൊണ്ടായിരിക്കില്ല മറ്റൊരാളെ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. എനിക്കുള്ള കളറായിരിക്കില്ല വേറൊരാൾക്കുള്ളത്. എൻ്റെ സ്കിൻ ടോൺ ആയിരിക്കില്ല എൻ്റെ ഫ്രണ്ടിനുള്ളത്. എൻ്റെ ഹെയറിൻ്റെ കളറായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത് അല്ലേ? എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്താണ്? ഈച്ച് കളർ ഈസ് ട്രൂ. എല്ലാ കളറുകളും എന്താണ്? ട്രൂ ആണ്, സത്യമായതാണ്. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നമ്മളെല്ലാവരെയും നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള കളർ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അത് ഫസ്റ്റ് ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്തതാണ് കേട്ടോ. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. നിന്നെ നിർമ്മിച്ചിരിക്കുന്ന കളർ എനിക്കിഷ്ടമാണ്. ഇവിടെ വേറൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. നിന്നെ നിർമ്മിച്ചിരിക്കുന്ന കളർ എനിക്കിഷ്ടമാണെന്ന് പറയുമ്പോൾ ഈ കളറുകളൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ഈ ഭൂമിയിൽ നിന്നുള്ള കളറുകളാണ് അല്ലേ? അപ്പോൾ നിന്നെ നിർമ്മിച്ചിരിക്കുന്ന കളറ് എനിക്കിഷ്ടമായി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയെയും ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള മീനിങ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസ നോക്കാം. When I look in the eyes of my friends, I can see topaz, I can see sky. എന്താ പറയുന്നത്? When I look in the eyes of my friends, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഐ ക്യാൻ സീ ടൊപ്പാസ്. ടൊപ്പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്യരാഗം.
അത് യെല്ലോ കളറിലുള്ള ഒരു സ്റ്റോണാണ്, മഞ്ഞ നിറത്തിലുള്ള ഒരു രത്നമാണ്. അപ്പം എന്താണ്, വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഐ ക്യാൻ സീ ടൊപ്പാസ്, എനിക്ക് അവൻ്റെ കണ്ണുകളിൽ പുഷ്യരാഗം കാണാൻ കഴിയും, അല്ലെങ്കിൽ ഈ മഞ്ഞ നിറത്തിലുള്ള സ്റ്റോൺ കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അവൻ്റെ കണ്ണുകളുടെ കൃഷ്ണമണിക്ക് മഞ്ഞ കളറാണ്. പിന്നെന്താ പറയുന്നത്, ഐ ക്യാൻ സീ സ്കൈ, മറ്റൊരു ഫ്രണ്ടിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഐ ക്യാൻ സീ സ്കൈ, എനിക്ക് ആകാശം കാണാൻ പറ്റുന്നു എന്ന് പറയുമ്പം ആ ഒരു ഫ്രണ്ടിൻ്റെ കൃഷ്ണമണിയുടെ കളർ എന്തായിരിക്കും, ബ്ലൂ ആയിരിക്കും അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ, പിന്നെ എന്താണ് പറയുന്നത്, ഗ്രീൻ കളറും ഗ്രേ കളറും എന്തിൻ്റെയാണ്, കടലിൻ്റെ പച്ച കളറും അതേപോലെ ഇങ്ങനെ തിരയടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഗ്രേ കളറും. അപ്പം കടലിന് എല്ലാ സമയത്തും ഒരേ കളറായിരിക്കില്ല, അപ്പം വ്യത്യസ്ത സമയത്തുള്ള കളറുകളാണ് പറയുന്നത്. അപ്പോൾ ഗ്രീൻ കളറും ഗ്രേ കളറും കാണുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം എന്താണ്, ഓരോ ഫ്രണ്ട്സിൻ്റെ കൃഷ്ണമണിക്കും ഓരോ കളറാണ്. ചില ഫ്രണ്ട്സിൻ്റെ കൃഷ്ണമണിക്ക് എന്താണ്, ഗ്രീൻ കളറുണ്ട്, വേറൊരു ഫ്രണ്ടിൻ്റെ ഗ്രേ കളർ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്, ഡാസ്ലിംഗ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന ബ്രൗൺ കളർ, രാവിലെ സമയത്ത് മോർണിംഗിൽ റിവറിൽ ഉണ്ടാവുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ബ്രൗൺ കളർ, ഒരു തിളങ്ങുന്ന ബ്രൗൺ കളർ, സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സമയത്തുള്ള കളർ, അത്തരത്തിലുള്ള കളറുള്ള കണ്ണുകളുള്ള ഫ്രണ്ടും എനിക്കുണ്ട്. അതായത് ഇപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ടൊപ്പാസ് മഞ്ഞ കളറുള്ളതുണ്ട്, അതേപോലെ സ്കൈയിൻ്റെ കളർ അതേതാണ് ബ്ലൂ കളറ്, പിന്നെ ഗ്രേ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ എന്താണ് ബ്രൗൺ ഉണ്ട്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള കൃഷ്ണമണികളാണ് വ്യത്യസ്ത ആളുകൾക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ മനുഷ്യരുടെ കൃഷ്ണമണിയുടെ കളറിൽ പോലും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഒരേ കളറുള്ള കൃഷ്ണമണിയാണോ എല്ലാവർക്കും ഉണ്ടാവുക, അല്ല, വ്യത്യാസമുണ്ട് അല്ലേ. അത് നമുക്ക് ഇതിലൂടെ മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ് ഐ ക്യാൻ സീ ചെസ്നട്ട്, ഐ ക്യാൻ സീ കോൺ. അപ്പം എന്താണ്, വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൈകളിലേക്ക് നോക്കുന്ന സമയത്ത് ഐ ക്യാൻ സീ ചെസ്നട്ട്. ചെസ്നട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറുള്ളൊരു നട്ടാണ്. അപ്പോൾ അത് ഈ സ്കിൻ ടോൺ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, സ്കിന്നിൻ്റെ കളറാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് അവൻ്റെ സ്കിൻ ടോൺ വരുന്നത്, ഐ ക്യാൻ സീ ചെസ്നട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡാർക്ക് ബ്രൗൺ കളറാണ് അവൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഐ ക്യാൻ സീ കോൺ എന്ന് പറഞ്ഞാൽ ചോളമാണ്, ചോളത്തിൻ്റെ കളറ് മഞ്ഞയാണ് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് നോക്കുന്ന സമയത്ത് ചോളത്തിൻ്റെ കളറാണ് അവന്, അതായത് മഞ്ഞ കളറാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഏകദേശം ആ ഒരു കളറ്. അപ്പോൾ നമ്മൾ പറയില്ലേ, നല്ല പോലെ വൈറ്റ് കളറുള്ള ആളുകളെ കാണുമ്പം പറയാറുണ്ട് പാല് പോലെ വെളുത്തിട്ടാണെന്ന്. പക്ഷേ പാല് പോലെ അത്ര കളർ ഉണ്ടാവുമോ, ഇല്ല. നമ്മൾ ആ ഒരു നല്ല വെളുത്തിട്ടാണ് എന്ന് പറയുന്നതിന് കുറച്ച് എക്സാജറേഷൻ കൊടുത്ത് പറയുന്നതാണ് അല്ലേ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, ഒരു കോണിൻ്റെ കളർ കാണുന്നു, അല്ലെങ്കിൽ ചോളത്തിൻ്റെ കളർ പോലെയാണ് അവൻ്റെ സ്കിൻ ടോൺ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ കളർ ഓഫ് വീറ്റ് ആൻഡ് എ ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ. വീറ്റ് എന്താണ്, ഗോതമ്പ് അല്ലേ. ദ കളർ ഓഫ് വീറ്റ് എന്ന് പറയുമ്പോൾ ഗോതമ്പിൻ്റെ കളർ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ഇന്ത്യക്കാരെയാണ് പറയുക ഗോതമ്പിൻ്റെ കളറുള്ള ആളുകളെന്ന് അല്ലേ. ആൻഡ് എ ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ. ഡാപ്പിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളികളുള്ള, ബ്രൗൺ തവിട്ട് നിറത്തിലുള്ള, ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻകുട്ടിയാണ്. അപ്പം എന്താണ്, തവിട്ട് നിറത്തിലുള്ള പുള്ളികളുള്ള മാനിൻ്റെ കളറ് അല്ലെങ്കിൽ മാൻകുഞ്ഞിൻ്റെ കളറുള്ള ഫ്രണ്ട്സിനെയും ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്താണ്, ആൻഡ് ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് എന്താണ്, മരങ്ങളെയൊക്കെ ഉമ്മ വെച്ച് രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരും, ആ സമയത്തുള്ള ഒരു ബ്ലാക്ക് കളറുണ്ട് ട്രീസിൻ്റെ. അത്തരത്തിലുള്ള കളേഴ്സും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൈകളിൽ ഞാൻ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് കറുത്ത സ്കിൻ ടോണുള്ള ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റാൻസയിൽ കൃഷ്ണമണിയുടെ വ്യത്യസ്ത തരത്തിലുള്ള കളേഴ്സാണ് പഠിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റാൻസയിൽ നമ്മൾ എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള സ്കിൻ ടോൺ ആണ് കാണുന്നത്. ഏതൊക്കെയാണ്, ഫസ്റ്റ് ചെസ്നട്ടിൻ്റെ കളർ എന്താണ്, ഡാർക്ക് ബ്രൗൺ കളറ്, പിന്നെ കോണിൻ്റെ കളറ് അല്ലേ, ചോളത്തിൻ്റെ കളറ്, പിന്നെ എന്താണ്, ഗോതമ്പിൻ്റെ കളറ് പറയുന്നുണ്ട്, പിന്നെ തവിട്ട് നിറത്തിലുള്ള എന്താണ് പുള്ളികളുള്ള മാൻകുഞ്ഞിൻ്റെ കളറ്, അത്തരത്തിലുള്ള സ്കിൻ ടോണുള്ള ആളുകളെയും പറയുന്നുണ്ട്. പിന്നെ ഡാർക്ക് സ്കിൻ ടോൺ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കിൻ ടോണുള്ള ആളുകളെയും ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു സ്റ്റാൻസയിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരേ സ്കിൻ ടോൺ ആണോ, അല്ല അല്ലേ.
പൊതുവേ നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളുടെ സ്കിൻ ടോൺ ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്തുള്ള ആളുകളുടെ സ്കിൻ ടോൺ. അവിടുത്തെ കാലാവസ്ഥയിലും അതേപോലെ അവർ ജീവിച്ച് വളർന്ന സാഹചര്യത്തിലും അവരുടെ ഫുഡ് ഹാബിറ്റും എല്ലാം വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെ സ്കിൻ ടോണും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈ ഭൂമിയിലുള്ള നിറങ്ങളുടെ പേരുകൾ എന്നോട് പറയൂ. ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴുതന അല്ലേ? വഴുതനയുടെ പേർപ്പിൾ കളർ. പിന്നെ എന്താണ്? ദ ഓറഞ്ച് ഓഫ് പീച്ച്. പീച്ച് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ പീച്ചിൻ്റെ ആ ഒരു ഫ്രൂട്ടിൻ്റെ ഓറഞ്ച് കളറാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഓറഞ്ച് എന്നങ്ങനെ പറയാറില്ല, കാരണം ഇപ്പോൾ പീച്ച് തന്നെയാണ് നമ്മൾ ആ ഒരു കളറിന് പറയുക, കാരണം ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. ഓക്കെ, അപ്പം എഗ് പ്ലാന്റിൻ്റെ കളറും പിന്നെ എന്താണ്? പീച്ചിൻ്റെ ഓറഞ്ച് കളറും. ഇതിനെക്കുറിച്ചൊക്കെ പറയാനാണ് പറയുന്നത്. ഇതൊക്കെ ഏർത്തിലുള്ള കളേഴ്സാണ് കേട്ടോ. ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച്. ബീച്ചിലുള്ള സ്റ്റോൺസ്, ഒരുപാട് കല്ലുകളുണ്ടാവും. ആ കല്ലുകൾ എന്താണ്? ഗ്രീൻ കളേഴ്സും ബ്ലാക്ക് കളേഴ്സും ഒക്കെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റോൺസ് ബീച്ചിലുണ്ടാവും. അതിനെക്കുറിച്ച് പറയൂ. അപ്പം ഇതൊക്കെ എന്താണ്? ഈ ഒരു ഭൂമിയിലുള്ള വ്യത്യസ്തമായ കളറുകളാണ് അല്ലേ. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ്. അതായത് രാവിലെ മലയുടെ മുകളിലായിട്ട് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കളർ അതെന്താണ്? റെഡ് ആവാം, പിന്നെ എന്താണ്? ഒരു ഗോൾഡൻ കളർ വരും, യെല്ലോ കളർ വരും, അങ്ങനെ വ്യത്യസ്ത, അതായത് ഉദിച്ചു വരുന്ന ആ ഒരു കളേഴ്സ് അതിങ്ങനെ പൊന്തി വരുന്നതിനനുസരിച്ച് ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി വരും അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റാൻസയിലും വ്യത്യസ്ത തരത്തിലുള്ള ഈ ഭൂമിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈ കളേഴ്സൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള കളേഴ്സാണ്. പിന്നെ എന്താണ്? ഏർത്തിലുള്ള ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ടും നമുക്കിവിടെ കളേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.